ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ നാട്ടിൽ പോയിട്ടില്ല. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാട്ടിലുള്ള കുറച്ച് ക്ലിപ്സൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പോൾ വീഡിയോസ് അന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടതാണ്. പക്ഷേ പല കാരണങ്ങളും കൊണ്ട് അന്ന് എനിക്കിടാൻ പറ്റിയില്ല. എന്നാൽ അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊരു വ്ളോഗാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ ആയിട്ട് ഫെബ്രുവരിയിലാണ് കേട്ടോ ഞങ്ങൾ നാട്ടിൽ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ രാവിലെ ആ സമയത്ത് കിളികളുടെ സൗണ്ടിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്സവം കൂടി നല്ല സന്തോഷമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഉത്സവം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷുവിന് പോയില്ല. ഇനിയിപ്പോൾ വെക്കേഷൻ അങ്ങനെ നോക്കി പോകാനായിട്ട് പാറുവിനിപ്പം 1 മാസം ഉണ്ടെങ്കിലും നമുക്കങ്ങനെ സ്കൂളിലൊന്നും ചേർത്തിട്ടില്ലല്ലോ, അവൾ നഴ്സറിയിലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ തിടുക്കപ്പെട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ദിവസം രാവിലെ ഞാൻ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും. അത് നാട്ടിലുള്ളപ്പോൾ പതിവാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി പൂക്കളൊക്കെ നോക്കി അങ്ങനെ നടക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും തേങ്ങാ ചട്നിയും ഉള്ളി ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇത് അവിടുത്തെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ് ദോശയ്ക്ക് കഴിക്കാൻ. എന്താടാ ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ. അതാണ് എൻ്റെ മുഖത്തൊരു പ്രത്യേക സന്തോഷം. നമ്മൾ എന്തൊക്കെയാണെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും കൊള്ളാം, വീട്ടിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതിപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കാറെടുത്തു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷൈച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും ആ നാട്ടിൻ പ്രദേശം ശരിക്കും മനസ്സിലാവും കേട്ടോ. ഒരു നല്ല ഗ്രാമമാണ്. ഇപ്പോഴും ഷൈച്ചേട്ടൻ്റെ വീടിൻ്റെ ആ പ്രദേശം തലയോലപ്പറമ്പാണ് കേട്ടോ സ്ഥലം. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും, ഇങ്ങനെ പാടങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ പിന്നിട്ട് നമ്മൾ എറണാകുളം അടുക്കാറായി. ഇതിപ്പോൾ നമ്മൾ എവിടെ എത്തി? തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസ് കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ ഒരു പാലം ഒക്കെ അടുക്കാറായി. അപ്പോൾ നിറയെ മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് കൊന്ന ഏപ്രിൽ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൊന്നയൊക്കെ പൂത്ത് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ കൊന്നകളും നിൽക്കണേ. അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് പറയുമായിരുന്നു, കൊന്നയൊക്കെ ഇപ്പോഴേ പൂത്ത് ഇനി വിഷു ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ലേ എന്ന്. അപ്പോൾ ഇനി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുട്ടികളും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കളി വിശേഷങ്ങളാണ് കേട്ടോ. അന്നേടാ ഒരു ഹായ് പറഞ്ഞ ഫോണിൽ നോക്കി. എടാ ഇങ്ങോട്ട് വന്നേടാ, ഹായ് എന്ന് പറഞ്ഞേ. ഹായ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞുണ്ണി. എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. പാറും ഇവന് തമ്മിൽ 3 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാറു പറയണേ പാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെയാണ്. അവനും ഭയങ്കര ഇഷ്ടമാണ് അവളെ. ഇവിടെ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുണ്ണിയുടെ അടുത്ത് പോകണം. എവിടെ പുറത്തേക്ക് ഇറങ്ങിയാലും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പാറു ചോദിക്കും, നമ്മൾ എവിടെ പോവാം, നമ്മൾ വീട്ടിൽ പോവാം, വേണ്ട കുഞ്ഞുണ്ണി വീട്ടിൽ പോവാന്ന് പറയും. അങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ അവൾക്ക്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് അമ്മയുടെ സ്പെഷ്യലാട്ടോ ഈ പുളിശ്ശേരി. അതും ഇങ്ങനെ പഴമിട്ട് ഉണ്ടാക്കണ പുളിശ്ശേരി. എൻ്റെ അമ്മ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിട്ട് എൻ്റെ ഒരു സിസ്റ്ററും ഫാമിലിയായിട്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ ബീച്ചാണ്, ഫാൽക്കൺ ബീച്ച് എന്ന് പറയും, പുതുവൈപ്പ് ബീച്ച് എന്നും പറയും. നമ്മുടെ വൈപ്പിൽ നിന്ന് ഏറ്റവും തൊട്ടടുത്ത്, അതായത് എറണാകുളത്ത് നിന്ന് ഏറ്റവും തൊട്ടടുത്തുള്ള ബീച്ചാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കാറ്റാടി മരങ്ങളില്ലേ, അതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിഞ്ഞൂടാ, ആ കാറ്റാടി മരങ്ങളാട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ബീച്ച് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, നിറയെ പച്ചപ്പ് ഇങ്ങോട്ട് നോക്കുമ്പോൾ. പിന്നെ അധികം ദൂരം അങ്ങോട്ട് നമുക്ക് ബീച്ചിലേക്ക് നടക്കാനായിട്ടില്ല. നടക്കുമ്പോൾ തന്നെ അങ്ങോട്ട് എത്തും കേട്ടോ, ഒരുപാട് മണൽത്തിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുറേ ആക്സസറീസ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെൻറ്റിന് എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സൈക്കിള്, പിന്നെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ ഒരു മീനിന്റെ ഷേപ്പാണ്. മീൻ വാങ്ങിച്ചോണ്ട് പോയാൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇപ്പൊ, ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. ദേ പോണ്ടു, പിടിച്ചോ. അവിടെ ഡ്രസ്സൊക്കെ ഒന്ന് മര്യാദ വെക്കട്ടെ. വീഴൊന്നുമില്ല, പാവം കുതിര വീഴ്ത്തൂല കേട്ടാ, വീഴ്ത്തരുതെന്ന് പറഞ്ഞേക്ക്. പിടിച്ചിരുന്നോ കേട്ടാ, കൊച്ചുങ്ങളെ വീഴ്ത്തരുത് കേട്ടാ. അയ്യേ, എന്നാ താനെ ഇറങ്ങട്ടോ. അതില് പിടിക്കാൻ പറ്റില്ല, അതാണ്. ഇത്ര രൂപ കൊടുക്കണ്ടെന്ന് എന്ന് ഞാനും കൂടെ വരാന്ന് പുള്ളി പറയും. ദേവൻ ഒന്ന് ചാടിച്ചേക്ക് വേണമെങ്കിൽ. അയ്യോ, സൈഡിൽ കനം പറ്റൂല, പൊക്കത്തിക്കണൊക്കെ താല്പര്യം കിട്ടും. ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. വന്നപ്പോൾ തന്നെ ഒരു കിളി പാറിയ അനുഭവമായിരുന്നു കേട്ടോ പാറുവിൻ്റെ ഓട്ടം. ശരിക്കും അവളുടെ കൈവിടാറില്ല ഞാൻ. അമ്മണുവിൻ്റെ കൂടെ അങ്ങനെ അവൾ നടന്നു പോയപ്പോൾ ഇത്രയും വലിയ ഓട്ടം ഓടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും ഒന്നും പറ്റിയില്ല, ഈശ്വരൻ്റെ അവിടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു പയ്യൻ പെട്ടെന്ന് അവളെ പിടിച്ചു. അപ്പോഴേക്കും ഷൈച്ചേട്ടൻ ചെന്ന് പിടിച്ചു, എന്നാലും എന്തോ എനിക്ക് പെട്ടെന്നൊരു ഇതായിപ്പോയി. അപ്പോൾ പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ബീച്ചിലൊക്കെ വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് പയ്യെ ഒന്ന് കയറുവാണേ. അപ്പോൾ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ആടാം. അങ്ങനെ കടയുടെ ഭാഗമൊന്നുമല്ല, ചുമ്മാ കെട്ടിയേക്കാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ആ കാറ്റാടി മരത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല കേട്ടോ, അപ്പോഴേക്കും ശരിക്കും സന്ധ്യ ആയതുകൊണ്ടാണ് പോവാതിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ഇതിനു മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്, ഷൈച്ചേട്ടനും ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ. അന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ കുറേ നേരം നടന്നിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ പാറുവും അമ്മണും കൂടെയുള്ള കളികളായിരുന്നു കേട്ടോ. പാറുവിനാണെങ്കിൽ നമ്മളുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ അവൾ അതുപോലെ നിന്നോളും. പിള്ളേർ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുതരം വെപ്രാളമാണ്. ആ വെപ്രാളത്തിൻ്റെ പുറത്ത് അവൾ ഓടിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കളികളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുക കേട്ടോ. ഈ പിള്ളേർ ഇങ്ങനെ കാണിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാവില്ലേ, അതെനിക്ക് ശരിക്കും മാറണ്ടായിരുന്നില്ല. കുറേ നേരത്തേക്ക് ആ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നു. ഷൈച്ചേട്ടൻ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? കാരണം പെട്ടെന്ന് അവളുടെ കൈ വിട്ട് പോയപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് പോയ പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് വല്ലാതെ അങ്ങോട്ട് ഞാൻ പേടിച്ചു പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ റിലാക്സ് ആയി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയിട്ടോ. അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, ഒരു ഇച്ചിരി മതി, പെട്ടെന്ന് അങ്ങോട്ട് നമ്മളൊരു ഇതായിപ്പോവും. പിന്നെ മോളു ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ മോളുവിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു അവൾ. മോളും എൻ്റെ സിസ്റ്ററാണ് കേട്ടോ.
അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ആക്സസറീസ് ഒക്കെ കുറേ ഉണ്ട്, കുറേ പ്രോപ്പർട്ടീസ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. ഏകദേശം സന്ധ്യയായി തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അവളെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പോകാൻ പറ്റിയില്ല. ഇത്തവണ എന്തായാലും പോകണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞാൻ വരും എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഇച്ചിരി രാത്രിയാണെങ്കിലും ചെന്നാൽ മതി. എൻ്റെ അത്രയും അടുത്തൊരു ഫ്രണ്ടാണ്. അപ്പോൾ ദാ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഒരു പേടിക്കലും ഒരു സന്തോഷമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ബീച്ച് വൈവായിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. താങ്ക് യു സോ മച്ച്. ബൈ.